ഗ്ലോബൽ ഇൻകാപ്പ് സേഫ്റ്റി റേറ്റിംഗിൽ 5 സ്റ്റാറും അതുപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റി റേറ്റിംഗിൽ 4 സ്റ്റാറും കിട്ടിയ ഓൾ ന്യൂ ഡിസയർ ആണ് ഇന്നലെ കൂടിയുള്ളത്. നമുക്കറിയാം ഇതിനു മുമ്പ് ഇറങ്ങിയ വാഹനങ്ങളൊക്കെ സ്വിഫ്റ്റ് ഡിസയർ എന്നാണ് അറിയപ്പെട്ടത്. എന്നാൽ ഇന്നിപ്പോൾ സ്വിഫ്റ്റ് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. കാരണം സ്വിഫ്റ്റ് എന്ന ഒരു സംഭവം എവിടെയും നമുക്ക് ഇതിൽ പ്രകടമാവില്ല. പകരം ഓൾ ന്യൂ ഡാസ്ലിംഗ് ഡിസയർ, അതാണ് ഈ വാഹനം. എയറോഡൈനാമിക് ഡിസൈനിലാണ് മാരുതി സുസുക്കി ഈ വാഹനത്തിൻ്റെ മുൻവശം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് മുൻവശത്ത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റ് LED ക്രിസ്റ്റൽ വിഷൻ ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ DRL അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കാണാൻ സാധിക്കും. ഫോഗ് ലാമ്പും കൊടുത്തിരിക്കുന്നു. സുസുക്കിയുടെ അക്രോമിയത്തിലെ ലോഗോയും അതിൻ്റെ താഴെ 360 ഡിഗ്രിയുടെ ഫ്രണ്ട് ക്യാമറയും കാണാൻ സാധിക്കും. വശങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന DRLും ഇൻഡിക്കേറ്റേഴ്സും നല്ല മനോഹാരിത കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ടിൽ കാണുന്ന ക്രോമിയത്തിൻ്റെ ലൈനും പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങും നല്ല രസമുണ്ട് ഇതിൻ്റെ മുൻവശം കാണാനായിട്ട്. ആ ഫെൻഡേഴ്സിൻ്റെ സൈഡിലുള്ള കട്ടിങ്സും ഡൈനാമിക്സും എല്ലാം കൊണ്ടും വളരെ നല്ല ബോൾഡായിട്ടുള്ള ഒരു ഡിസൈൻ. വശങ്ങളിലേക്ക് വരുമ്പോൾ നല്ല മനോഹരമായ ഒരു രീതിയിലാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ 37 ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് ക്യാപ്പ് കാണാൻ സാധിക്കും. ഇത് നമുക്ക് CNG മോഡലിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CNGയുടെ ക്യാപ്പും ഇതിനകത്താണ് വരിക. അതുപോലെ തന്നെ നമുക്ക് വീൽ ഡിസ്കിലേക്ക് വരുമ്പോൾ ബാക്കിൽ ഡ്രമ്മും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഒരു 2 ടോൺ പ്രഷ്യസ് കട്ട് ഡയമണ്ട് കട്ട് അലോയ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു എലമെന്റ് പോകുന്നുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു എലമെന്റും ഇവിടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഫിനിഷിങ്ങും പോകുന്നുണ്ട്. നന്നായിട്ടുണ്ടല്ലേ? അത് നല്ല സൈഡ് പ്രൊഫൈൽ നല്ല മനോഹരമാക്കി നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും ഒക്കെ ബോഡി കളറാണ് വരുന്നത്. ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷിങ് ഇങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ B പില്ലറും C പില്ലറിലേക്ക് വരുമ്പോൾ ഒന്നുമില്ല. B പില്ലറിൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ് പോകുന്നുണ്ട്. ഇവിടെ സൺവൈസർ കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ആക്സസറീസിൽ പെടുന്നതായിരിക്കും. പിന്നെ ഒരു നമ്മുടെ സെഡാന്റെ ഒരു സ്വഭാവ ഗുണമുള്ള ഒരു ചെരിഞ്ഞിറങ്ങുന്ന ഡിസൈൻ ഇങ്ങനെ ഈ അറ്റം വരെ പോകുന്നുണ്ട്. ഈ ടൈൽ ലാമ്പിന്റെ ഈ വശങ്ങളിലെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് ഇങ്ങനെ വശങ്ങളിലേക്ക് കയറി നിൽക്കുന്ന നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വശത്തേക്ക് വരുമ്പോൾ തന്നെ ഈ ബോഡി കളറോട് കൂട്ടുള്ള ഒരു RVM ആണ് കൊടുത്തിരിക്കുന്നത്. അടിയിൽ 360 ഡിഗ്രി ക്യാമറയും കൊടുത്തിരിക്കുന്നു. ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോ ഫോൾഡ് മിറർ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുൻവശത്ത് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. നല്ല രസമുണ്ടല്ലേ ഇതിന്റെ ഈ 2 ടോൺ ഈ അലോയ് വീൽസ് മനോഹരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടല്ലേ. 15 ഇഞ്ചിന്റെ നമുക്ക് ടയേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് 163 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതൊരു സബ് 4 മീറ്റർ വാഹനമാണ്. അതായത് 3995 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഡിസൈറിന്റെ റെയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഷാർപ്പിൻ ആന്റിന കൊടുത്തിട്ടുണ്ട്. GPS കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഡീഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ എന്തെങ്കിലും കൊടുത്തില്ല. പിന്നെ ഇവിടെ ഒരു ലിപ്പ് സ്പോയിലർ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതെന്തെങ്കിലും നന്നായിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. പിന്നെ സാധാരണ ഒരു സെഡാനില് ഈ ഭാഗം ഒരു ഏച്ച് കെട്ടി പോലെയാണ് കാണാറ്. പക്ഷെ ഇതിന്റെ ഈ ലുക്ക് എന്ന് പറഞ്ഞാൽ അപാര ലുക്ക് തന്നെയാണ്. ഇവിടെ ഒരു ക്രോമേറ്റിന്റെ ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സുസുക്കിയുടെ ലോഗോ, ഇവിടെ ഡിസയർ എന്നൊരു ലോഗോ സ്റ്റീൽ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് ഇത് 3D ട്രിനിറ്റി ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ്. ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിന്റെ ഒരു അതിപ്രസര ഈ വശങ്ങളൊക്കെ കാണാം. പിന്നെ ഈ കാണുന്ന ഒരു ഡിസൈൻ കണ്ടില്ലേ, ഒരു ഏരോ പാറ്റേണുള്ള ഒരു ഡിസൈൻ നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 3D അതും നല്ല ഭംഗിയുണ്ട്, രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ നല്ല രസമാണ്. ഇവിടെയും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് കാണാൻ പറ്റും. പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ കൂടെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ബൂട്ട് റിമോട്ടിലും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഈ ബമ്പറും ഇതെല്ലാം ഫുള്ള് ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ ഇതിന്റെ റിയറിൽ കാണാനായിട്ട്. നല്ല അതിമനോഹരമായ ഒരു ഡിസൈനിലാണ് ഇതിന്റെ ഫ്രണ്ടായാലും റിയറായാലും മാരുതി സുസുക്കി ഒരുക്കി വെച്ചിരിക്കുന്നത്. സുസുക്കിയുടെ ലോഗോ അതിന് താഴെയായിട്ട് ക്രോമിയം ഫിനിഷ്, അതിന് താഴെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങും അതിനടിയിലായിട്ട് ഒരു റിവേഴ്സ് ക്യാമറയും കൊടുത്തിരിക്കുന്നു. അപ്പോ ഇതാണ് ഡിസൈറിന്റെ ചായ വരുന്നത്. ഇതിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും. ആഹാ, പക്ഷെ ഇത് ഇത്ര വരെ തുറക്കുള്ളൂ എന്നുള്ള സത്യം. പിന്നെ നമ്മളങ്ങനെ കൈ കൊണ്ട് പൊക്കി വയ്ക്കാം. കൊള്ളാം. 382 ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല, എടുത്ത് ചെറിയ കുഴിയിലേക്ക് ഇറക്കിക്കുന്ന ഫീൽ തോന്നും. അതെല്ലാം തിരക്കേടില്ല. കൊള്ളാം, നന്നായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. അതുപോലെ സ്റ്റെപ്പിൻ ടയർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇത് അടയ്ക്കാം. ഇവിടെ മാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല മനോഹരമായ മാറ്റാണ്. ഇപ്പോൾ ഡിസൈറിന്റെ ലെഫ്റ്റ് സൈഡ് സീറ്റ് ആണ്. നമുക്കിത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ലിവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിങ്ങിന്റെ തൈ സപ്പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം നീളമുള്ള ആളതിന്റെ പേരിലായിരിക്കാം ഇത്തിരി തൈ സപ്പോർട്ട് ഉണ്ട്, പക്ഷെ ഇത്തിരി കുറവാണ്. എന്നാലും കുഴപ്പമില്ല. ലെഗ് സ്പേസ് ഒക്കെ നല്ലോണം ഉണ്ട്, ഹെഡ് റൂം നല്ലോണം ഉണ്ട്. പിന്നെ ഈ ടെക്സ്റ്റേഴ്സ് ഒക്കെ നല്ല
മനോഹരമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് AC വെന്റ് കൊടുത്തിരിക്കുന്നു, അത് ബ്ലാക്ക് കളറിലാണ്. ഇവിടെ ഒരു ബീജ് കളറുള്ള ഒരു തീം വരുന്നുണ്ട്. ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട്, നമുക്ക് 6 എയർ ബാഗിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു അലുമിനിയം ഫിനിഷിംഗ് വരുന്നു, ഇവിടെ ബ്ലാക്ക് ഫിനിഷ്, പിന്നെ വീണ്ടും ഒരു ബീജ് കളർ, ഇവിടെ ഗ്ലോ ബോക്സ് വരുന്നു. കുറേ കളേഴ്സ് നമുക്ക് ഇതിനകത്ത് ഈ ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കും. ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷിംഗ് കാണാം. ഇവിടെ നമ്മുടെ ലോക്ക് അൺലോക്ക് സ്വിച്ച്, ഇവിടെ പവർ വിൻഡോ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ലെതർ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ബീജ് ഫിനിഷിംഗ്, ഇവിടെ ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ, ഇവിടെ അത്യാവശ്യം പേപ്പേഴ്സ് വയ്ക്കാം. ഇവിടെ ഒരു സ്പീക്കർ, മനോഹരമായ ഒരു ഡിസൈനിൽ അങ്ങനെ ഇന്റഗ്രേറ്റർ ആയി കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഫിനിഷിംഗ് ഒക്കെ, ഈ ടെക്സ്റ്റേഴ്സ് ഒക്കെ നല്ല രസമുണ്ട്. ഇവിടെ ട്യൂട്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസൈറിന്റെ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ലിവർ കൊടുത്തിരിക്കുന്നു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സീറ്റിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റിയറിംഗ് വീല് ഇലക്ട്രിക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഒരു ചെറിയൊരു ലെതർ റാപ്പഡ് സ്റ്റിയറിംഗ് വീലാണ്. അതിലുള്ള ഈ ഫിനിഷിംഗ്, സ്റ്റീൽ ഫിനിഷിംഗ്, അല്ലെങ്കിൽ ഫിനിഷിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ വ്യൂ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ESP സ്വിച്ച്, ഇവിടെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഡമ്മി സ്വിച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ AC വെന്റ് കാണാം, ഇവിടെ ഒരു ബീജ് കളർ കാണാം, ഇവിടെ ബ്ലാക്ക് കളർ കാണാം. കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനോഹരമായ സ്റ്റിയറിംഗ് വീലാണ്. ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു, വോളിയം ബട്ടൺസ് കൊടുത്തിരിക്കുന്നു, വയർലെസ് ഫോണിന്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ നല്ല, ഈ ഡിസൈനൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. സാധാരണ മാരുതിയുടെ പരമ്പരാഗതമായ ഒരു സ്റ്റൈലിൽ തന്നെയാണ് സ്റ്റിയറിംഗ് വീൽ വന്നിരിക്കുന്നതെങ്കിലും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നിലവാരം കൂടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നല്ല മനോഹരമായ ഒരു മീറ്റർ വരുന്നുണ്ട്. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. നല്ല ഡിജിറ്റൽ മീറ്റർ ആണ്. അതുപോലെ തന്നെ 22.86 സെന്റിമീറ്ററിന്റെ ഒരു മനോഹരമായ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് കണക്റ്റിംഗ് ഫീച്ചേഴ്സ് ഉള്ള ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള എല്ലാ സംവിധാനങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജിയോ ഫെൻസിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളിന്റെ സ്വിച്ചുകളും കൊടുത്തിരിക്കുന്നു, ഓട്ടോമാറ്റിക്കും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു PM ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും AC വെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു, ഹസാർഡ് ലൈറ്റിന്റെ സ്വിച്ച്. പിന്നെ നമുക്കിവിടെ വയർലെസ് ചാർജിങ്ങിന്റെ ഫോൺ ചാർജിങ് പാഡ്, USB പോർട്ട്, ഇവിടെയും ഒരു 12 വോൾട്ടിന്റെ ചാർജിങ്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ്, ലിവർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു PM ബ്ലാക്ക് ഫിനിഷിങ് പോകുന്നുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആംറസ്റ്റിന്റെ അല്ലെങ്കിൽ ഗ്ലോ ബോക്സിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാം കൊണ്ട് ഓക്കെ ആണ്, മനോഹരമായിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നോർമൽ മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്, 2 ലൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ സൺ റൂഫ്, അപ്പൊ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാലോ. അങ്ങനെ മാരുതിയിലും സൺ റൂഫ് വന്നു. സിംഗിൾ ഫീൽ സൺ റൂഫാണ്, കുഴപ്പമില്ല. അതൊക്കെ അതിന്റെ ആവശ്യങ്ങളുള്ളൂ. നമ്മള് ഡ്രൈവർ സൈഡ് ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ മിറർ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു, ലോക്ക് അൺലോക്ക് ബട്ടൺസുകൾ, പിന്നെ ഡോറിന്റെ ബട്ടൺസുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഹാൻഡില്, ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ കളറും ഫിനിഷിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഇവിടെ ഒരു ട്യൂട്ടർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്പീക്കർ, ഇവിടെ ബോട്ടിൽ ഹോൾഡർ, പേപ്പർ ഹോൾഡർ എല്ലാം കൂടെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. അത് നമ്മൾ റിയറിലേക്ക് വന്നിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇത്തിരി ടൈ സപ്പോർട്ട് കുറവുണ്ടെങ്കിലും നല്ലോണം ലെഗ് സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റേഡിയൻ ലാമ്പ് കൊടുത്തിരിക്കുന്നു, ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാമെങ്കിൽ 2 ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആംറസ്റ്റ് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു, 2 കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 AC വെന്റ് കൊടുത്തിരിക്കുന്നു, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 2 ഫോൺ ചാർജ് ചെയ്യാവുന്ന ഒരു USB പോർട്ടും ഒരു C പോർട്ടും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഫോൺ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് പേഴ്സ് കൊടുത്തിട്ടില്ല. കൊള്ളാം, നല്ല രസമുണ്ടല്ലോ. എന്തായാലും സെൻട്രൽ ടണലിന് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല, അതിന്റെ പേരിൽ തന്നെ സുഖമായിട്ട് 3 പേർക്ക് 4 കാല് വെച്ചിരിക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ പുതിയ ഡിസൈനിനകത്ത് പെട്രോളും CNGയും ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റായ പെട്രോൾ വേരിയൻ്റാണ്. നമുക്ക് Z12E സീരീസിൽ പെടുന്ന 1197 cc പെട്രോൾ എഞ്ചിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5200 RPM 81.58 PS പവറാണ്. പിന്നെ ടോർക്ക് വരുന്നത് 4300 RPM 111.7 Nm ടോർക്കാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുക.
നമുക്ക് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, 5 സ്പീഡ് AMT വരുന്നുണ്ട്. ഇത് AMT ആണ്. നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനിൽ AR സർട്ടിഫിക്കറ്റ് ചെയ്ത മൈലേജ് 24.79 km/ലിറ്റർ ആണെങ്കിൽ AMTക്ക് വരുമ്പോൾ 25.71 km/ലിറ്റർ ആണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത് 4.8 മീറ്റർ ആണെങ്കിൽ വീൽ ബേസ് 2450 മില്ലിമീറ്റർ ആണ്. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് വരിക 1525 മില്ലിമീറ്റർ ആണ്. വിത്ത് 1735 മില്ലിമീറ്റർ ആണ് വരുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. 360 ഡിഗ്രി ക്യാമറ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ABS, EBD, അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് എല്ലാം ഉണ്ട്. 25 കിലോമീറ്ററോളം മൈലേജും കൊടുക്കുന്നുണ്ട്. 6,79,000 രൂപയാണ് ഡൽഹി പ്രൈസ്, എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. എന്തുകൊണ്ടും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മൈലേജുള്ള നല്ല ഒരു വാഹനം, 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന, വാല്യൂ ഫോർ മണി എന്ന് വിളിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. സൺറൂഫ് ഉണ്ട്, അലോവീൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാഹനം ഉപകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളിന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് തൃശ്ശൂർ പെരിങ്ങാവിലുള്ള പോപ്പുലർ അരീന ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്ത് സംശയങ്ങൾക്ക് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വണ്ടി വിശേഷമായിട്ട് മറ്റു ദിവസം കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.